ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ പടന്നയിലെ മൂസാഹാജി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഞ്ഞി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. മൂസാഹാജി മുക്കിലെ മാട്ടുമ്മൽ ബോട്ട് ജട്ടിക്ക് സമീപമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതേപോലെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഇതുള്ളത്. പഴയകാല സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഹോട്ടൽ പോലുള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ പഴയകാലത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കഞ്ഞിയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം. അതുപോലെ മൺപാത്രങ്ങളിലാണ് മുഴുവൻ സാധനങ്ങളും ഇവർ സർവ് ചെയ്യുന്നുള്ളത്. ഹോട്ടലിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ ഞങ്ങൾക്ക് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് മുളകിട്ട് വെച്ച മത്സ്യങ്ങളെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം സെലക്ട് ചെയ്ത് പൊരിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ 2 മത്സ്യങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മത്സ്യം വളരെ കുറവായിരുന്നു. ada mana yang berdiri ഞങ്ങൾ ഓർഡർ ചെയ്ത ചെമ്പല്ലിയും ഇരുമീനാണ് ഇപ്പം പൊരിക്കാൻ വേണ്ടി തുടങ്ങുന്നുള്ളത്. കിച്ചണിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല, പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേക പെർമിഷൻ തന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത വിഭവങ്ങൾ നമ്മുടെ തീൻമേശയിൽ എത്തിയിട്ടുണ്ട്. 50 രൂപയാണ് ഒരു കഞ്ഞിക്ക് വരുന്നുള്ളത്. 5 കൂട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ടാകും. അതിന് പുറത്ത് വരുന്ന മറ്റ് മത്സ്യങ്ങൾക്ക് പ്രത്യേക ചാർജുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരണം ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഉപ്പ് സൂക്ഷിച്ചിട്ടുള്ള കപ്പാണെങ്കിലും അതുപോലെ വെള്ളം സൂക്ഷിച്ചിട്ടുള്ള ജഗ്, എല്ലാ സാധനങ്ങളും മൺപാത്രങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയകാലത്ത് കൂടുതൽ ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മൺപാത്രങ്ങളാണ്. പൊതുവെ വിഷാംശങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ കടന്നു പോകുന്നത് വളരെയധികം തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് മൺപാത്രങ്ങൾ. അപ്പം ഈ ഒരു കാര്യത്തിന് ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പം കഞ്ഞി എത്തിയിട്ടുണ്ട്. ഇതാണ് കഞ്ഞി, അച്ചാറ്, ചമ്മന്തി, അതേപോലെ ബീൻസിൻ്റെ ഒരു കറിയുണ്ട്, അതേപോലെ കൊള്ളി വറുത്തത്, മീൻ കറി, ഉപ്പ്, ഗ്ലാസ് എല്ലാം ഇതുണ്ട്. അതേപോലെ ഇതേത് മീൻ? ചെമ്പല്ലി. ഇത് ചെമ്പല്ലി. 2 മീനും കൂടിയാണ് ഉള്ളത്. ഒരു ചെറുള്ളി, ഇത് മല്ല. പൊരിച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരാം.
നല്ല അടിപൊളി സംഭവമാണ്. പൊരിച്ചാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. നമ്മുടെ പാത്രങ്ങൾ കണ്ടാൽ അറിയും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അതേപോലെ 50 രൂപ കഞ്ഞിക്ക് എന്നുള്ളത് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. മറ്റ് പൊരിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ കൂട്ടുകറികളും ഉണ്ടാക്കിയിട്ടുള്ളത് മൺപാത്രങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓണറിനെ നമുക്ക് കാണാം. ഇദ്ദേഹത്തിനോട് ചോദിക്കാം, ഇവിടെ എന്തെല്ലാം പൊരിച്ചാന്നുള്ളത്? പൊരിച്ചെന്ന് പറഞ്ഞാൽ മെയിൻ ഇവിടെ ചെമ്പലുണ്ട്, ഓക്കെ, പിന്നെ കരിമീൻ, ഏരി, നോങ്ങൽ, കൊളോന്, പിന്നെ അതുകൂടാണ്ട് മറ്റുള്ള സാധനം എന്ന് വെച്ചാൽ ചെമ്മീൻ ഫ്രൈ ഉണ്ടാവും, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാവും, പിന്നെ കൂന്തൽ, ഇളമ്പക്ക, കല്ലുമ്മക്കായി, പിന്നെ നണ്ട് ഫുൾ നണ്ടാണ് വരുന്നത്. പച്ച നണ്ടുണ്ട്, കടൽ നണ്ടുണ്ട്. അത് ഫുള്ളായിട്ടാണ് നമ്മൾ പൊരിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് പ്രൈസ് എല്ലാം എങ്ങനെ വരുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞാൽ കിലോന് ഇപ്പോൾ ചെമ്പലിക്ക് അമ്മ എടുക്കുന്നത് 1100 രൂപ, 110 രൂപ 100 ഗ്രാമിന്. ഓക്കെ. അതേപോലെ കരിമീനാണെങ്കിൽ 100 രൂപ, 100 ഗ്രാമിന് 1000 രൂപ കിലോ. മറ്റേ ചെമ്മീന് പ്ലേറ്റ് വാങ്ങുന്ന 200 രൂപ, നണ്ടിന് 200 രൂപ, ഇളമ്പൊക്കെ 100 രൂപ. ഇളമ്പൊക്കെ ഫ്രൈ ആണ് കേട്ടോ. ഓക്കെ. കഞ്ഞിൻ്റെ ഇതെങ്ങനെ? കഞ്ഞി 50 രൂപ നമ്മൾ വാങ്ങുന്നത്. അതിൽ കൂടെ 5 സെറ്റ് വരുന്നുണ്ട്. കപ്പ, വറവ്, മീൻകറി, അച്ചാറ്, ചമ്മന്തി. കഞ്ഞിയുടെ കൂടെ പിന്നെ നമ്മളെ മെയിൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൽ മുളക്, ഉള്ളി എല്ലോട്ട് മണ്ണിൻ്റെ കളത്തിലിട്ട് വെക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ പൊട്ടി. പിന്നെ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു മൺപാത്രങ്ങളിലെല്ലാം വിളമ്പുന്നുള്ളത്? അത് മൺപാത്രം പഴയ കാലം അമ്മ എല്ലാവരും ഫാസ്റ്റ് ഫുഡിന്റെ ബാക്കിലേക്ക് ഓടുന്നു. അതിനേക്കാൾ ഫാസ്റ്റ് ഫുഡിനേക്കാളത്തും മെച്ചപ്പെട്ടതാണ്. അസുഖങ്ങൾ മാറിക്കിട്ടാൻ ഇതെല്ലാം പഴങ്കഞ്ഞി, അതുപോലെ മൺചട്ടിയിലുള്ള പാത്രങ്ങളിലുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ പ്രചോദനം തന്നെയാണ് ഉണ്ടാക്കുന്നത് നാച്ചുറലായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കഞ്ഞിയുടെ വിശേഷങ്ങൾ. ഒരു കഞ്ഞിക്ക് വരുന്നുള്ളത് 50 രൂപയാണ്. അതേപോലെ മറ്റുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് എക്സ്ട്രാ ചാർജാണ്. അപ്പം നല്ല അടിപൊളി കഞ്ഞും അടിപൊളി പൊരിച്ചലാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നവർ ഇവിടെ സന്ദർശിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബൈ.